ഹായ് ഓൾ പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു പുത്തൻ കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്തുമോള് വന്നതുകൊണ്ട് തന്നെ ജാനകിക്കും ജലജയ്ക്കും ഒക്കെ ആകെപ്പാടെ വിഷമമാണ് കേട്ടോ. ഒരു തരത്തിൽ അവർക്ക് ഇച്ചിരി സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ സ്വത്തുക്കളൊക്കെ ഇനി മുത്തശ്ശൻ ചന്തുമോളുടെ പേരിലേക്ക് എഴുതി വെക്കുമോ എന്നുള്ള സങ്കടവും വിഷമവും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ തീരുമാനിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങൾ മൂർത്തി സാറിൻ്റെ അടുത്ത് എന്നിട്ട് ഇരുവരും പറയുന്നുണ്ട്. അല്ല മുത്തശ്ശ, അല്ല അച്ഛ, ഇവളെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? ഇവളുടെ അച്ഛനും അമ്മയും ആരാന്നൊന്നും നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കൊച്ചിനെ വല്ല അനാഥാലയത്തിലേക്കും ആക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേനും മൂർത്തി സാറിന് ആകെപ്പാടെ ദേഷ്യം വരികയാണ്. കാരണം മൂർത്തി സാറിനറിയാം എന്തുകൊണ്ടാണ് ഇവർ ഈ കൊച്ചിനെ അനാഥാലയത്തിലേക്ക് ആക്കണം എന്നൊക്കെ പറയുന്നതെന്ന്. അങ്ങനെ ഇവളെ അനാഥാലയത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ജാനകി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ കരണം നോക്കി തന്നെ മുത്തശ്ശൻ ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേനും ജലജയ്ക്ക് ആകെപ്പാടെ പേടിയാവുന്നുണ്ട് കേട്ടോ. ജലജ എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അല്ല അച്ഛാ, നമ്മൾ വല്ലവൻ്റെയും കൊച്ചിനെ എന്തിനാ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യം? അതുകൊണ്ടാണ് ഏട്ടത്തെയും ഞാനും ഒക്കെ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശൻ ജലജേൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നീയൊക്കെ എന്തിനാണ് ആ കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് ആക്കണമെന്ന് പറഞ്ഞത് എന്നുള്ള ഉദ്ദേശമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ സ്വത്തുക്കളൊക്കെ ആ കുഞ്ഞിൻ്റെ പേരിലേക്ക് ഞാൻ എഴുതി കൊടുക്കുമോ എന്നുള്ളതിൻ്റെ പേടിയല്ലേ? അല്ലെങ്കിൽ ഒരു പങ്ക് ആ കുഞ്ഞിനും കൂടി കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയല്ലേ? എന്നാൽ നിങ്ങളൊക്കെ കേട്ടോ, എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ആ കുഞ്ഞിൻ്റെ പേരിലേക്കാണ് ഇനി എഴുതാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ പേരും പറഞ്ഞ് ഇനി ഒറ്റ ഒരെണ്ണം എൻ്റെ മുമ്പിലേക്ക് വന്നു പോകരുത്, പൊക്കോണം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും ഓടിച്ചു വിടുകയാണ് കേട്ടോ മുത്തശ്ശൻ. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതുങ്ങളൊക്കെ എന്നാണാവോ നന്നാവുക എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്തേനാണ് നമ്മുടെ വേണുവും രേവതിയും കൂടി അങ്ങോട്ട് വരുന്നത്. ഇരുവരും വരുന്നത് നല്ല മനഃപൂർവ്വം വരുന്നതാണ് കേട്ടോ. എങ്ങനെയെങ്കിലും നയനേനെയും ചന്തുമോളെയും ഒക്കെ വേദനിപ്പിക്കണം, രണ്ട് കുത്തുവാക്ക് നമ്മുടെ ദേവയാനിക്കിട്ട് പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുവരും വരുന്നത്. അങ്ങനെ ഇവർ വന്ന് നമ്മുടെ മൂർത്തി സാറിനെ കാണുമ്പോഴത്തേനും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ വേണു പെട്ടെന്ന് ഇതുവഴി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും, ഓ ഒന്നുമില്ല മൂർത്തി സാറേ, ഞങ്ങൾ മോളെ ഒന്ന് കണ്ടിട്ട് പോകാലോ എന്ന് കരുതിയിട്ട് വന്നതാണ്. എന്താണെങ്കിലും ആ കൂട്ടത്തിൽ ചന്തുമോളെയും കൂടെ കാണാലോ. മോള് പറഞ്ഞു ഇവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എല്ലാവരും ചന്തുമോളെ ഭയങ്കര സ്നേഹത്തോടെയാണ് ഇപ്പോൾ, കരുതലോടെ സ്നേഹിക്കുന്നു. എന്താണെങ്കിലും ഈ കുടുംബത്തിലെ രക്തമല്ലേ, അപ്പം പിന്നെ നോക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനിട്ട് ഒരു കുത്ത് വേണു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മുത്തശ്ശൻ ഒന്നും പറയുന്നില്ല. മുത്തശ്ശൻ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയും വേണും കൂടി ചന്തുമോളുടെ അടുത്തേക്ക് പോകുന്നതാണ്. എന്നിട്ട് ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഏതാണ്? നീ എന്തായാലും ഇവിടെ അങ്ങ് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചോ? അതെ, ഇവിടെ ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് കിട്ടേണ്ട സ്വത്തുക്കളൊക്കെ നിൻ്റെ പേരിലേക്കായി പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളാനൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ചന്തുമോളോട് ഓരോന്ന് പറഞ്ഞ് ചന്തുമോളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രേവതിയും വേണും കൂടി. ഇത് കേട്ടോണ്ടാണ് നമ്മുടെ നയനെ അങ്ങോട്ട് വരുന്നത്. അപ്പം നയന ഇതൊക്കെ കേട്ടോണ്ട് നയന അങ്ങോട്ട് വരുമ്പോഴത്തേനും രേവതിയോടും വേണുവിനോടും ചൂടായിട്ട് നയന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ കൊച്ചിനോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇത്ര പോലും മനസാക്ഷിയില്ലേ? എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു കുഞ്ഞിനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനയോട് ഈ രേവതി പറയുന്നുണ്ട്, അല്ല നയന മോളെ, നിനക്കിതിലൊന്നും ഒരു വിഷമവും ഇല്ലേ? നീ ഇപ്പോഴും ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്കത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അല്ലെങ്കിലും ആരെങ്കിലും ഭർത്താവിൻ്റെ അവയവി സന്തതിയെ ഇത്രത്തോളം സ്നേഹിക്കുമോ? ഇനി ഞങ്ങളറിയാത്ത മറ്റെന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും നയനയ്ക്ക് ആകെപ്പാടെ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴത്തേനും നയന പറയുന്നുണ്ട്, എന്താണെങ്കിലും നിങ്ങൾ വന്നത് നിങ്ങളുടെ മോളെ കാണാൻ വേണ്ടിയിട്ടല്ലേ, എന്തായാലും അങ്ങോട്ട് പൊക്കോളൂ, ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വേണുവിനും രേവതിക്കും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അവർ മനസ്സോടെ നയനനെ ഇനി ദേഷ്യം പിടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ. അവിടുന്ന് അവർ പോകുന്നത് ദേവയാനിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ദേവയാനിയുടെ അടുത്ത് എന്നിട്ട് അവർ പറയുന്നുണ്ട്, അല്ല ദേവയാനി, ഞങ്ങളൊരു വാർത്തയൊക്കെ കേട്ടല്ലോ, ദേവയാനി മുത്തശ്ശിയായെന്ന്. സത്യമാണോ? ഉള്ളതാണോ? ആദർശന് അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ എന്നൊക്കെ ദേവയാനിയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേനും ദേവയാനിക്ക് ആകെപ്പാടെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേവയാനിക്ക് എന്ത് പറയണമെന്ന് തന്നെ അറിയുന്നില്ല, അത്രത്തോളം ദേവയാനിക്ക് ദേഷ്യം വരുന്നു ഇങ്ങനെ നിൽക്കുകയാണ്.
ഇതൊന്നും കാര്യമാക്കാണ്ട് വേണുവും രേവതിയും കൂടി പിന്നെയും ദേവയാനീനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തി നോവിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, അല്ല ചേച്ചീൻ്റെ ആഗ്രഹമായിരുന്നല്ലോ ഒരു പേരക്കുഞ്ഞിനെ കാണണം എന്നുള്ളത്. അതെന്തായാലും ഇത്രയും പെട്ടെന്ന് ദൈവം ചേച്ചീൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. അതും ഒരു കഷ്ടപ്പാടും ചേച്ചിക്ക് അറിയാണ്ട് തന്നെ ഒരു പേരക്കുഞ്ഞിനെ ചേച്ചിക്ക് കിട്ടിയില്ലേ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും നമ്മൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം കയറിയിട്ട് ദേവയാനി അങ്ങ് എഴുന്നേറ്റിട്ട് പറയാണ്, ഇനി ഒരക്ഷരം നിങ്ങൾ മിണ്ടി പോകരുത്. നിങ്ങൾ നിങ്ങളുടെ മകളെ കാണാൻ വേണ്ടി വന്നതാണെങ്കിൽ അവളെ കാണാൻ പൊക്കോണം. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്താനോ എന്നെ നോവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരരുത്. പിന്നെ നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞിരിക്കാം. ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്ന് ഇതുവരെയായിട്ടും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് തെളിയും വരെ എന്താണെങ്കിലും ഒരിക്കലും ഞാൻ എൻ്റെ ആദർശ് മോനെ വിശ്വസിക്കാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ കാണാൻ വേണ്ടി വന്നതാണെങ്കിൽ അങ്ങോട്ട് പോ എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ദേഷ്യപ്പെടാത്ത ദേവയാനി അവരോട് അത്രമാത്രം ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇത് കാണുന്നതിന് അവർ ആകെപ്പാട് ഷോക്കായിട്ട് പെട്ടെന്ന് തന്നെ ദേവയാനിയുടെ അടുത്തുനിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് അവർ അനാമികയുടെ അടുത്ത് എന്ന് പറയാണ്, അല്ല മോളെ, ദേവയാനിയൊക്കെ ഭയങ്കര കലിപ്പിലാണല്ലോ എന്നൊക്കെ പറയുമ്പം അനാമിക പറയാണ്, ഓ ആരെന്ത് കലിപ്പാണെങ്കിലും എന്ത് ചെയ്യാനാച്ചാ, ആ സന്താനം ഇവിടെ നിന്നൊന്നും പോകത്തില്ല. ഇവിടുത്തെ മുത്തശ്ശൻ അതിനെ ഇവിടെ തന്നെ വളർത്താനാണ് പ്ലാന് എന്നൊക്കെ പറയാണ് കേട്ടോ. അന്നേരം മൂർത്തി സാറിനോട് എത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ അമ്മായിമ്മയോട് പറയണം എന്നൊക്കെ വേണു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണു പറയുന്നുണ്ട്, മോളെ ആ കൊച്ചി ഇവിടെ നിന്നാൽ നമുക്ക് അത്രയും നല്ലതല്ല. കാരണം എങ്ങാനും ആ കിളവന് എന്തെങ്കിലും ഒരു തോന്നൽ തോന്നി ആ കൊച്ചിൻ്റെ പേരിൽ ഈ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ച് കൊടുത്താൽ നമ്മൾ പിന്നെ എന്നാ ചെയ്യും. അതുകൊണ്ട് നീ നിൻ്റെ അമ്മായിമ്മയുടെ സ്വത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് നിൻ്റെ പേരിലേക്ക് ആക്കിയെടുക്കുക. അതെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ വേണു. ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ജാനകി അങ്ങോട്ട് കയറി വരുവാണ്. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, വേണുവിൻ്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരു വിധത്തിലൊക്കെ അച്ഛനോട് ആ കൊച്ചിനെ അനാഥാലയത്തിലേക്ക് മാറ്റാൻ വേണ്ടി പറയാൻ ചെന്നതാണ്. പക്ഷെ കാരണം പൊട്ടിക്കുന്ന പോലെയാണ് അച്ഛൻ എനിക്കിട്ട് ഒരടി തന്നത്. എനിക്ക് ഇപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി അച്ഛനോട് ആ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് വേണുവിൻ്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ ജാനകി ഈ വേണുവിനോട്. അങ്ങനെ ജാനകി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് വയ്യ, സ്വത്തുക്കളൊക്കെ ആ കൊച്ചിൻ്റെ പേരിൽ അച്ഛൻ എഴുതി കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ തന്നെ പോയത്. ഇനി ഞാൻ സംസാരിക്കാൻ വേണ്ടി ചെന്നാൽ അച്ഛൻ വീണ്ടും എന്നെ തല്ലും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് അനാമികയുടെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് കേട്ടോ. ആദർശ് വന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ എന്താണെങ്കിലും തൽക്കാലത്തേനും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അഭിനയെ ഏൽപ്പിക്കണം. എനിക്കെന്താണെങ്കിലും ഇനി ആ ചുമതലകൾ കൊണ്ടൊന്നും നടക്കാൻ വേണ്ടി കഴിയില്ല. കാരണം എൻ്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടെ എന്നെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാക്കിയിരിക്കുന്നു. അതും എനിക്ക് ഒരു മനസ്സറിവുമില്ലാത്ത കാര്യമാണ്. എൻ്റെ ഭാര്യ നയനയാണെന്നുണ്ടെങ്കിൽ അവളെ എൻ്റെ കൂട്ടത്തിൽ വിളിച്ചാൽ അവളൊട്ട് വരത്തില്ല ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലത്തേന് ബാംഗ്ലൂരിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുത്തശ്ശൻ ഇക്കാര്യങ്ങളൊക്കെ സമ്മതിക്കണം. എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ഭയങ്കര ദേഷ്യമാണ്. അമ്മ എന്നെ വിശ്വസിക്കുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ എൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കി അഭിനെയും അനിയനെയും ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് എന്നെ ഒന്ന് ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ മൂർത്തി സാറ് പറയുന്നുണ്ട്, മോനെ ആദർശേ, എനിക്ക് നിന്നെയല്ലാതെ മറ്റാരെ കമ്പനി ഏൽപ്പിച്ചാലും ഒരു മനസ്സമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മോൻ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മോന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മോൻ ഒളിച്ചോടേണ്ട ഒരാവശ്യവുമില്ല എന്ന് പറയാണ്. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ആദർശേട്ടൻ പൊക്കോളൂ. പക്ഷേ എനിക്കൊരു 2 ദിവസം ആദർശേട്ടൻ തരണം. ഈ 2 ദിവസം കഴിയുമ്പോൾ ആദർശേട്ടന് തീരുമാനിക്കാം ആദർശേട്ടന് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ആ ഒരു 2 ദിവസത്തെ സമയം ആദർശേട്ടന് എനിക്ക് തരണമെന്ന് പറഞ്ഞ് നയന മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശിനോട് നയന ഇങ്ങനെ പിടിവാശി പോലെ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഒരു 2 ദിവസം കഴിയട്ടെ ആദർശേട്ടാ എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് പറയാണ്, ശരി, നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തെ സമയം കൂടി, അത് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും എന്ന് മുത്തശ്ശനോടും ആദർശ് ഇങ്ങനെ തർപ്പിച്ച് പറയുകയാണ്. അതിനുശേഷം നയന അനഘേനെ നോക്കുന്ന ഹോം നേഴ്സിനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹോം നേഴ്സിനോട് പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ എത്ര രൂപ വേണമെങ്കിലും ചേച്ചിക്ക് തരാം. ചേച്ചി അനഘയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്നെ അറിയിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ
നയന ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഈ ഹോം നേഴ്സ് പറയാണ്, മോളെ എനിക്ക് മോൾ എത്ര സഹായം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മോൾ എനിക്ക് ഒരു പൈസയും തരേണ്ട ആവശ്യമില്ല. അനക്ക മോൾക്ക് എന്തെങ്കിലും ഒരു അനക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ മോളെ അറിയിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ നയന എങ്ങനെയെങ്കിലും DNA ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് അനാമിക കയറി വരികയാണ്. എന്നിട്ട് അനാമിക ചോദിക്കുകയാണ്, അല്ല നീ എന്താടി ഫോണിൽ, നീ ആരോടാ ഈ സംസാരിക്കുന്നത്? ഹും, എന്താ ആദർശേട്ടനെ പോലെ ഇനി നിന്നെയും ആരെങ്കിലും അന്വേഷിച്ച് അമ്മ അമ്മയെന്നൊക്കെ വിളിച്ച് അനന്തപുരിയിലേക്ക് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് നയനയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരികയാണ്. എല്ലാ ദേഷ്യവും കൂടെ നയന അനാമികയുടെ മുഖത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് നയന അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അനാമിക ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്, ഇവക്കിത് എന്ത് പറ്റി എന്ന് ചിന്തിച്ചുകൊണ്ട്. പിന്നീട് കാണിക്കുന്നത് നയനയ്ക്ക് ഈ ഹോം നേഴ്സിൻ്റെ ഒരു കോള് തിരികെ വരുന്നതാണ് കേട്ടോ. എന്നിട്ട് നയനയോട് ഈ ഹോം നേഴ്സ് പറയുന്നുണ്ട്, മോളെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറയുകയാണ്. അപ്പോഴത്തേനും അനഘയ്ക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ വിചാരിച്ച് നയന എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തുകയാണ്. എന്നിട്ട് ഈ ഹോം നേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം ഈ ഹോം നേഴ്സ് പറയാണ്, ഇല്ല മോളെ, അനഘ മോളുടെ ഒരു വിരൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അത് എത്രയും പെട്ടെന്ന് മോളെ അറിയിച്ചത്. അത് നല്ലൊരു സൂചനയാണല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോളെ അറിയിച്ചത്. മാത്രമല്ല മോളെ, ഇത് ആരും അറിയണ്ട എന്ന് ഞാൻ മോളോട് പറഞ്ഞത്. ഇവിടെ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ, ഈ വീടിന് ചുറ്റും ആരൊക്കെയോ അനഘ മോളെ നിരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവരിനി രക്ഷകനാണോ ശിക്ഷകരാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ, ഒരു ഭയം, അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞത് ആരെയും അറിയിക്കണ്ട എന്ന്. അതുകൊണ്ടാണ് മോളോട് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. ഇതെന്തായാലും നല്ലൊരു സൂചനയാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും നയനയ്ക്കങ്ങ് ഭയങ്കര സന്തോഷം വരികയാണ് കേട്ടോ. നയന എന്നിട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ അനഘയുടെ 2-3 വിരലുകളൊക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. എന്നിട്ട് നയന അനഘയോട് പറയാണ്, അനഘേ നീ ഒന്ന് ട്രൈ ചെയ്യേ, എങ്ങനെയെങ്കിലും നിനക്ക് കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്താൽ നിൻ്റെ വിരലുകൾ കുറച്ചും കൂടി ഒന്ന് ചലിപ്പിക്കാനൊക്കെ പറ്റും. നിനക്കറിയോ, അനന്തപുരിയിൽ ആകപ്പാട് പ്രശ്നങ്ങളാണ്. ചന്തുമോളുടെ പേരിൽ ആദർശേട്ടൻ ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. അനന്തപുരിയിലെ എല്ലാവരും ആദർശേട്ടനെതിരാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നീ എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നിന്റെ മോൾക്കും നിനക്കും ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ ഈ വിരലുകൾ കുറച്ചും കൂടി ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കൂ അനഘേ. ഒന്ന് കൈയൊന്ന് പതുക്കെ ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കൂ. എന്നിട്ട് ചന്തുമോളുടെ അച്ഛൻ ആരാന്നുള്ള വിവരം നീ എനിക്ക് ഈ പേപ്പറിലൊന്ന് എഴുതി തരൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നയന അവിടുന്ന് ഒരു പേപ്പർ അനഘയ്ക്ക് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അനഘയ്ക്കാണെങ്കിൽ ആകെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ. എഴുതാനൊന്നും വിരലുകൾ അനക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിലും കൈയൊന്ന് അനക്കി എഴുതാനൊന്നും നമ്മുടെ അനഘയ്ക്ക് സാധിക്കുന്നില്ല. അനഘ എന്നാലും ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു വിധത്തിൽ നമ്മുടെ അനഘ ചന്തുമോളുടെ അച്ഛൻ അഭിയാണ് എന്നുള്ള കാര്യം ഇങ്ങനെ എഴുതി വെക്കുകയാണ്. നയനയ്ക്കിത് കാണുമ്പോൾ വലിയൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. നയന പ്രതീക്ഷിച്ച ഒരു ആളുടെ പേര് തന്നെയായിരുന്നു അനഘ എഴുതി കാണിച്ചിരുന്നത്. അങ്ങനെ അനഘയോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഹോം നേഴ്സിനോട് പറയുന്നുണ്ട്, അനഘയുടെ കാര്യം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശനെ അറിയിക്കാം, മുത്തശ്ശൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് നയന അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനീനെ ഈ അനഘ എഴുതിയ പേപ്പറൊക്കെ കാണിക്കുമ്പോഴത്തേനും ദേവയാനി ആകെപ്പാട് ഷോക്കായി പോവാണ്. ദേവയാനി തൻ്റെ മകനെ വിശ്വസിക്കാതിരുന്നതിന് ഒരുപാട് വിഷമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി വളരെ വിഷമിച്ച് നിന്ന് നയനയോട് ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് അന്നത്തെ ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.